ഇവിടെ ഒട്ടേറെ നേതാക്കൾ നിന്നോട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന സമരം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും സമരത്തിൻ്റെ ആത്യന്തിക ഫലം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമെല്ലാം നമ്മൾ ഇവിടെ വിശദമായിട്ട് ചർച്ച ചെയ്യും. എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട എംപിമാർ ഈ സമരത്തിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നല്ലപോലെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഖാവ് ചിത്തരഞ്ജൻ്റെയും അതുപോലെ ശ്രീമാൻ പ്രതാപൻ്റെയും അതുപോലെ സഖാവ് അഞ്ചലോസിൻ്റെയും മറ്റ് മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കളുടെയും ആഭിമുഖ്യത്തിൽ സംയുക്തമായിട്ടുള്ള ഒരു സമര പ്രക്ഷോഭത്തിന് നാം തുടക്കം കുറിക്കുന്നു. തീർച്ചയായിട്ടും ഈ സമരം വിജയിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്താഗതിക്കെല്ലാം അതീതമായിക്കൊണ്ട് ഒരേ വികാരത്തോടുകൂടി ഈ സമരത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നു. ആ സമരത്തിൻ്റെ ഗൗരവം അതിൻ്റെ ആവശ്യകതയിൽ കൂടുതൽ വർദ്ധിക്കുക. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ കടൽ തീരം മുഴുവൻ തന്നെ കുത്തകൾക്ക് അടിയറ വയ്ക്കാനുള്ള തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത്. അതിൻ്റെ ഭവിഷ്യത്ത് എന്താകും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ പോലും ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ധാരണ ഇല്ലാത്തത് കൊണ്ടല്ല, നല്ല ധാരണയുണ്ട് എന്നുള്ളത് ഇവിടെ നേരത്തെ നമ്മുടെ അലീസ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ മറുപടിയെക്കുറിച്ച് പറയുന്നു. അത് കടലിനെയും കടൽ തീരത്തെയും മനുഷ്യരെയും മത്സ്യ സമ്പത്തിനെയും എല്ലാം തന്നെ ഞാനൊരു കാര്യം പറയണം വിചാരിച്ചത്. നമ്മുടെ അബ്ദുൽ ബഹാബ് പറഞ്ഞു, പ്രതാപൻ പറഞ്ഞ് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു, വെടികൊള്ളാൻ അദ്ദേഹമില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ഹാരിസ് ബീരാനാണെങ്കിൽ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, വീര വീര വീരാനെ വിളിച്ച് ഞങ്ങൾക്ക് പിന്നീട് മുദ്രാവാക്യം വിളിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു. ആ സമരത്തിൻ്റെ ഗൗരവമാണ്. അദ്ദേഹം പറഞ്ഞത് സമരം കുറച്ച് കണ്ടുകൊണ്ടല്ല. എന്നാൽ ഈ സമരത്തിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ട് എന്നുള്ളത് ഈ സമരത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ നമ്മുടെ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചിരുന്നു. നമ്മുടെ കടലിനെയും അതുപോലെ കരയെയും കാടിനെയും എല്ലാം തന്നെ ഇഷ്ടം പോലെ ചൂഷണം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഭൂരിപക്ഷം വരുന്ന ജനതയുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. ഒരുപിടി സമ്പന്നന്മാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് കടലും കാടും എല്ലാം തീരെഴുതിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം നമ്മുടെ ഛത്തീസ്ഗഡിലെയും അതുപോലെ മറ്റ് ട്രൈബൽ ഏരിയയിലെയൊക്കെ ആളുകൾ ഇവിടെ സമരം ചെയ്യുക. ആ സമരം ചെയ്യാൻ കാരണം ആദിവാസി മേഖല മുഴുവൻ തന്നെ വലിയ കോർപ്പറേറ്റുകൾക്ക് ഖനനം ചെയ്യാൻ വേണ്ടി ആദിവാസികളെ അവിടെ ആട്ടിപ്പായിച്ചു. ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ലക്ഷദ്വീപിലും അൻഡമാൻ നിക്കോബാർ ദ്വീപിലും എല്ലാമുള്ള ആദിവാസികളുടെ ജീവിതം തകർത്തുകൊണ്ടാണ് കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടം പോലെ ആ പ്രകൃതിബന്ധം കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊടുക്കുന്നത്. അങ്ങനെ കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്കും സമ്പന്നർക്കും അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഭൂരിപക്ഷത്തെയും അവരുടെ ജീവിതാവസ്ഥയിൽ നിന്നും മാറ്റിമറിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ സമരവും പ്രക്ഷോഭവുമാണ് നമുക്ക് രാജ്യത്ത് വളർന്നു വരുന്നത്. അതും ഇതേപോലെ സമരങ്ങളുടെ വേദിയേറ്റമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി സമരങ്ങളുടെ കേന്ദ്രമായി മാറുക. ആ സമരങ്ങളിലെല്ലാം പ്രത്യേകത എന്ന് പറയുന്നത്
ആ സമരത്തിലൂടെ പുതിയ മുദ്രാവാക്യങ്ങളല്ല മുന്നോട്ട് വയ്ക്കുന്നത്. തങ്ങൾക്ക് ഇന്ന് വരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങൾ, ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടുകൾക്കെതിരായിട്ടുള്ളതാണ്. തങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം അത് നിഷേധിക്കുന്ന നിലപാടുകൾക്കെതിരായിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. ആ വർദ്ധിച്ചു വരുന്ന സമരങ്ങളെ തീർച്ചയായിട്ടും ഗവൺമെന്റിനെ മാറ്റി ചിന്തിപ്പിക്കാൻ ഇടയാകും എന്നാണ് നാം കരുതുന്നത്. എന്നാൽ ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം, അങ്ങനെ ജനങ്ങളുടെ സമരങ്ങൾക്ക് മുമ്പിൽ അവർ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ തയ്യാറാകാതെ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ടുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്നുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കാരണം തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ തരുന്നത് കോർപ്പറേറ്റുകളാണ്. ഇവിടെ ഭൂരിപക്ഷം വരുന്ന ജനത എങ്ങനെ തകർന്നടിഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല. വളരെ ന്യൂനപക്ഷം വരുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുകയും അതുവഴി തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ ഭരണം മൂന്നാം വട്ടവും അധികാരത്തിൽ വന്നത്. നമുക്കറിയാം, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി വീണ്ടും അധികാരത്തിൽ വന്ന മോഡിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് സർവനാശത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സർവനാശത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന നിലപാടുകൾക്കെതിരായിക്കൊണ്ട് എല്ലാ ശക്തികളും ഒന്നു ചേർന്നുകൊണ്ടുള്ള വലിയ പോരാട്ടം നടത്തേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ, അവരുടെ സംഘടനകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ കടലിലെയും ആ കടൽ തീരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെയും ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുത്തിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഖജനാവ് നിറയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് നിർവഹിക്കുന്നവരാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൻ്റെ മത്സ്യസമ്പത്ത് കയറ്റി അയച്ച് കിട്ടുന്നതിൻ്റെ ഗണ്യമായ ഭാഗം പോകുന്നത് കേന്ദ്ര ഖജനാവിലേക്കാണ്. ഏകദേശം 15,000 കോടിയോളം രൂപയുടെ വരുമാനമാണ് നമ്മുടെ കേരളത്തിൻ്റെ കടൽ തീരത്തു നിന്നും സമ്പാദിക്കുന്നത്. അതിൽ 8,000-ൽ പരം കോടി രൂപ പോകുന്നത് ഇന്ത്യൻ ഖജനാവിലേക്കാണ്. അങ്ങനെ ഇന്ത്യൻ ഖജനാവ് നിറയ്ക്കുന്ന കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളും ആ മത്സ്യസമ്പത്തുമെല്ലാം കൊള്ളയടിക്കാൻ വേണ്ടി ഒരുപിടി കുത്തകകൾക്ക് നൽകാൻ വേണ്ടിയുള്ള തീരുമാനം തിരുത്തിക്കുറിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടം നമുക്ക് ഇനിയും ഏറ്റെടുക്കേണ്ടി വരും. അത് ത്യാഗപൂർണമായിട്ടുള്ള സമരമാണ് നാം നയിക്കേണ്ടത് എന്നുള്ള സൂചനയാണ് പ്രതാപനുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നൽകിയത്. ആ ത്യാഗപൂർണമായ സമരം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ആകെ പിന്തുണയും സഹകരണം നേടിയെടുക്കാൻ വേണ്ടി കൂടി നമുക്ക് കഴിയേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയും അതുപോലെ മറ്റ് MPമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ സമരത്തിന്, ത്യാഗപൂർണമായ സമരത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും സഹകരണവും നൽകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം കേവലം മത്സ്യത്തൊഴിലാളികളുടെ അവകാശം മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ആകെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പോരാട്ടം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണവും പിന്തുണയും ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ ത്യാഗപൂർവമായ സമരം വിജയത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമാപനം, ഈ മാർച്ചിന്റെ സമാപനം കുറിച്ചുള്ള സമ്മേളനം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. സമരം തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനം മാത്രമാണ് അവസാനിക്കുന്നത്. നമ്മുടെ സമരം തുടരുക തന്നെ വേണം. ആ തുടരുന്നതിന് നിങ്ങൾ കഴിയട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാവരും നല്ല കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടായ്മ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയണം. ഒരു മനുഷ്യൻ പോലും മരിക്കാതെ തന്നെ നമ്മുടെ സമരം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാകാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരസഖാക്കളെയും ഒരിക്കൽ കൂടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ മാർച്ചിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു.